എൻ്റെ ഉപ്പൂറ്റി വേദനിച്ചിട്ട് വയ്യേ, ഉപ്പൂറ്റി വേദനിച്ചിട്ട് വയ്യേ, നമ്മുടെ ഭയങ്കര വേദനയാണ്. അവിടെ നീര് വെച്ചാകെ തടിച്ചിരിക്കുക. എന്താ കാരണം? പെരുന്നാളിന് നല്ല വില പിടിച്ചൊരു ഷൂ വാങ്ങി. ഇതിങ്ങനെ ഇട്ട് നിൽക്കുന്ന ഷൂ ആയിട്ട് ഉപയോഗിക്കുക, ചെരുപ്പായിട്ട് ഉപയോഗിക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഞാനെന്ത് ചെയ്തു, ഇത് മടക്കി വെച്ച് ഇങ്ങനെ ഇത് നമ്മൾ മലയാളികളൊക്കെ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ്. നമുക്കൊരു ഷൂ കിട്ടിയാൽ ഇതിങ്ങനെ മടക്കി വെച്ച് ചവിട്ടും. ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം കുറച്ച് എഫേർട്ട് ഒഴിവാക്കുക എന്നല്ലാതെ പിന്നീട് നമുക്ക് ഭയങ്കര പ്രശ്നം വരും. ഒരിക്കലും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ചെരുപ്പ് തന്നെ ഈ ഭാഗം ഇല്ലാത്ത ചെരുപ്പുണ്ട്, മുമ്പ് ഷൂവും ഇപ്പുറത്ത് ഈ പോർഷൻ ഇല്ലാത്തതുണ്ട്. അത് വാങ്ങി ഉപയോഗിച്ചാൽ അത്ര പ്രശ്നം വരില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ലൂസാക്കി വെച്ചിട്ട് ഇങ്ങനെ കുടുക്കിയിട്ടിട്ട് ഇത് ബാക്കിലാക്കി വിടാൻ പറ്റണം. ഇങ്ങനത്തെ വാങ്ങുള്ളൂ. അല്ല എന്നെ പോലത്തെ മടിയന്മാരത് വാങ്ങാനേ പാടില്ല. ഇങ്ങനത്തെ ഷൂ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോർമലായിട്ട് തന്നെ ഇടണം. പലപ്പോഴും നമുക്ക് തിരക്ക് പിടിച്ച ഡ്യൂട്ടിക്കിടയിലൊന്നും അത് പറ്റൂല. പക്ഷെ ഇപ്പം ഇന്ന് പണി കിട്ടി, നല്ല ഉപ്പൂറ്റി വേദനയാണ്. നമ്മളിങ്ങനെ ചെരുപ്പിട്ട് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഷൂ ഇങ്ങനെ ഇട്ട് നടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയാം? നമ്മുടെ ഹീലിന് വേദന ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കെന്താ പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന് പറയും. നമ്മുടെ ഇതിൻ്റെ അടിയിൽ അവിടെ നീര് വെച്ചിട്ട് ഇങ്ങനെ തടിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ പോസ്ചറിനെ അത് ഗണ്യമായി ബാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ മാത്രമല്ല, നമ്മളെ മുട്ടിന് വേദന, നമ്മുടെ ബാക്ക് പെയിന്, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി പ്രായമൊക്കെ ആയി വരുമ്പോഴേക്ക് നമ്മുടെ ബാലൻസിനെ അത് ഗണ്യമായി ബാധിക്കും. പിന്നെ അവിടെ ഇങ്ങനെ തയമ്പ് പോലെയൊക്കെ വരും. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ശരിയായ രീതിയിൽ ഷൂട്ട് നടക്കാൻ പറ്റൂലെങ്കിൽ ചെരുപ്പ് ഉപയോഗിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഒരിക്കലും അതിങ്ങനെ മടക്കി വെക്കരുത്. ഞാനൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നോട്ട് ഞാനത് ചെയ്യൂല. അങ്ങനൊരു തീരുമാനം എടുക്കാറുണ്ട്. പണി കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റൂലല്ലോ.